नमस्ते, सबको स्वागत। पिछली कक्षा में वासंती के बारे में कुछ कहा और यहाँ सखुबाई के पिता के बारे में कहा। पिता मरने के बाद सक्कू उसके माम को उसके साथ बम्बई ले गया और कुछ दिन आई को सक्कू के साथ गोली में रही। कुछ दिन के बाद अलग गोली ले ली और नितिन आई के साथ रहने लगा। इसी बीच वासंती की खबर आई थी, वह नासिक में है और सक्कू को एक गत भी मिला, उसमें कुछ पैसों की ज़रूरत के बारे में लिखी थी। इसलिए सखुबाई यशवंत को झूठ बोलकर शिरडी जाती झूठ बोला और कुछ पैसे लेकर नासिक में गई। लेकिन पता चला कि वासंती वहाँ से किसी बंगाली के साथ कलकत्ता भाग गई। फिर किसी ने बताया कि वो यहीं बम्बई में है, लेकिन सक्कू को विश्वास नहीं था। अगर वो बम्बई में होती तो मुझसे और आई से मिलने नहीं आती। और एक दिन रात में खाना बना रही थी। उस समय यशवंत शायरी को पढ़ा रहा था। उस समय एक हवलदार ने सखुबाई के दरवाजे पर डंडा मारकर बोला, यशवंत खां को बुलाया और उससे वासंती के बारे में, शकुंतला के बारे में कहते हैं। शकुंतला ये सखुबाई है। बाद में उसका पुलिस वाला ने बोला, तेरी बहन ने सुसाइड कर लिया है, आत्महत्या कर लिया है। वह उधर कमेटीपुरा में धंधा करती थी। उसके बॉक्स से एक पुराना एड्रेस मिला। 3 दिन इसी प्रकार ढूंढ कर वहाँ सखुबाई के घर में आया और वासंती का बॉडी ऊपर अस्पताल में है। इसलिए उसको पहचान कर लेने के लिए सखुबाई के पास आते हैं। यहाँ हॉस्पिटल में पुलिस स्टेशन में आते समय बड़ा साहब ने पूछा, सखुबाई की माम के बारे में पूछा। उस समय माम को बता के नहीं आई, ये साहब ने बोले। उस समय सखुबाई बोली, वो सुनते ही बेहोश हो गई। उस समय ये पुलिस साहब ने कहा, बेहोश हो गई, मर तो नहीं गई। ഇവിടെ പോലീസുകാരൻ സഖുബായി അതുപോലെ യശ്വന്ത് ഖാക്കുമായി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓഫീസർ ചോദിക്കുന്നുണ്ട്, അമ്മയില്ലേ? ഇപ്പോൾ ഈ ബോഡി തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? അമ്മേനെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ സാറ് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്, യശ്വന്ത് ഖാക്കിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. പറയുന്നത് എങ്ങനെയാണ്? साहब बहुत गुस्सा हो गए और मेरे आदमी पर भड़क गए. സാറ് വളരെയധികം ദേഷ്യപ്പെട്ടു എന്ന് പറയുന്നത്. മേരെ ആദമി പർ, സക്കുബായ്ക്ക് ആദമി യശ്വന്ത് ഖാക്ക് പർ ഭടക് ഗയി. യശ്വന്ത് ഖാക്കിൻ്റെ അടുത്ത് വളരെ ദേഷ്യപ്പെട്ടിട്ട് പറയാണ്, അരെ യേ തോ ഔരത് ഹേ, ഇസ്കോ തോ അക്കൽ നഹീ, पर तू तो आदमी है, तेरे को तो सोचना मांगता.
ദേഷ്യപ്പെടുന്നത് ഇങ്ങനെയാണ്, അരേ ഏത്തോ അവരത്ത് ഹേ, ഇത് സ്ത്രീകളല്ലേ, ഇസ്കോ തോ അക്കൽ നഹി, ഇവർക്കാണെങ്കിൽ ബുദ്ധിയില്ല, പർ തൂ തോ ആദമി ഹേ, നിങ്ങളൊരു പുരുഷനല്ലേ, തേരേക്കോ സോച്ചന മാങ്താ, നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ. മേരാ ആദമി ഏക്ദം ഹാത്ത് ജോഡ്കർ ബോല, ക്യാ സാഹബ്. ഇപ്പോൾ എൻ്റെ ഭർത്താവ്, സക്കുബയുടെ ഭർത്താവ് യശ്വന്ത് കൈയൊക്കെ കൂപ്പിയിട്ട് പറയണേ, ക്യാ സാഹബ്, എന്താണ് സാറേ ചോദിക്കണേ. തീഞ്ചി ആയില്ല, തെരെ ഹാത്ത് മേ ദേഗ ബോഡി, കൽ തോ തെരാ സാസ് തെരാ സാരാ ആക്കർ ബോല, ഉസ്കോ കായ് കോ ദിയ ബോഡി. അപ്പോൾ നിങ്ങൾ 3 പേരും കൂടി വന്നിരിക്കുക, തെരെ ഹാത്ത് മേ ദേഗ ബോഡി, നിങ്ങളുടെ കയ്യിൽ ബോഡി തരും. തന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, കൽ കോ തെരാ സാസ് തെരാ സാല, നാളെ നിങ്ങളുടെ അമ്മായിമ്മയും നിങ്ങളുടെ അളിയനും വന്നിട്ട് പറയാണ്, ഉസ്കോ കായ്ക്കോ ദിയ ബോഡി, ഉസ്കോ ക്യോം ദിയ ബോഡി, എന്തിനാ അവർക്ക് ബോഡി കൊടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും. അപ്പോൾ അമ്മയും സഹോദരനുണ്ട്. അപ്പോൾ അവർ വന്ന് ചോദിക്കുകയാണ്, നാളെ ഒരു പ്രശ്നം ഉണ്ടായി, നാളെ അവരൊന്ന് ചോദിക്കുകയാണ്, എവിടെ എന്തിനാണ് അവരുടെ കയ്യിൽ ബോഡി കൊടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും. ഫിർ തൂ കിധർ സെ നിക്കലേഗ ബോഡി, അരേ സംസാവോ, തൂ കിധർ സെ നിക്കലാകെ ബോഡി, എവിടുന്ന് എടുത്തുകൊണ്ടോ നിങ്ങൾ ഈ ബോഡി എവിടുന്ന് കൊണ്ടുപോവുക, അരേ സംസാവോ, മനസ്സിലായോ, സംസാവോ എന്നാ ഇസ്കോ, ഇവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ജാ അപ്പനി സാസ്കോ ലേക്കർ, പോയി അമ്മായിമ്മേനും കൊണ്ടുവരാൻ പറയണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബോഡി തരണോണ്ട് കുഴപ്പമില്ല, പക്ഷേ നാളെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എന്തു ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് ജാ അപ്പനി സാസ്കോ ലേക്കറ, യശ്വന്ത് കാക്കനോട് പറയാണ്, പോയി അമ്മായിമ്മേനും കൊണ്ട് വരാനായിട്ട് പറയണം. മേരാ ആദമി തുരന്ത് ഓട്ടോ ലേക്കർ മേരി മാം കോ ബുലാനെ ഭാഗ. അങ്ങനെ എൻ്റെ ഭർത്താവ് പെട്ടെന്ന് തന്നെ ഓട്ടോയൊക്കെ വിളിച്ചിട്ട് അമ്മേനെ കൊണ്ടുവരാനായിട്ട് ഓടിപ്പോവാണ്. और मैं वही पुलिस स्टेशन में बैठकर वासंती को याद करने लगी. ഞാനവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് വാസന്തിയെ ഓർക്കാൻ തുടങ്ങി. കിത്തനി സുന്ദർ കാട്ടി തീ, ഗോരി ചിട്ടി മാം കി തര ലംബി ചൗടി. നല്ല സുന്ദരമായിട്ടുള്ള, വളരെ നല്ല ഷേപ്പോട് കൂടിയ, കാണാൻ കൊള്ളാവുന്ന ഒരു ശരീരമായിരുന്നു. ഗോരി ചിട്ടി, നല്ല വെളുത്ത് കാണാൻ ഭംഗിയുള്ള, മാംകി തര ലംബി ചൗടി, അമ്മയുടെ പോലെ നല്ല നീളവും തടിയൊക്കെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു വാസന്തി. സർദി में एक रजाई होने के कारण हम दोनों एक ही बिस्तर में सोते थे. തണുപ്പ് കാലത്ത് ഏക്ക് രജായി ഹോനയ്ക്ക് കാരൻ, ഒരൊറ്റ പുതപ്പ് ഉണ്ടായിരുന്നല്ലോ, രജായി പുതപ്പ്. ആ ഒരു കാരണം കൊണ്ട് ഹം ദോനോം ഏക് ഹി ബിസ്തർമേ, ഞങ്ങൾ രണ്ടുപേരും ഒരു കിടക്കയിൽ തന്നെയാണ് സോത്തേത്തെ ഉറങ്ങിയിരുന്നത്. കാരണം ഒരു പുതപ്പേ ഉള്ളത് കൊണ്ട് ഒരൊറ്റ കിടക്കയിലാണ് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയിരുന്നത്. ആരൊക്കെ, സക്കുബായും വാസന്തി. രജായി ചോട്ടി ഹോനയ്ക്ക് കാരൻ മേ ഓർ വാസന്തി രജായി അപ്പനെ അപ്പനെ ഓർ ഗീഞ്ചത്തെ തെ. അപ്പോൾ ഈ പുതപ്പ് ചോട്ടി ഹോനയ്ക്ക് കാരൻ, ചെറിയൊരു പുതപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്. മേ ഓർ വാസന്തി, ഞാനും വാസന്തിയും രജായി അപ്പനെ അപ്പനെ ഓർ ഗീഞ്ചത്തെ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിരുന്നു. കാരണം ഞാൻ നന്നായി വലിച്ചിട്ട് പുതച്ച് കഴിഞ്ഞാൽ വാസന്തി കിട്ടില്ല, വാസന്തി അങ്ങോട്ട് വലിക്കും. വാസന്തി വലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ സക്കുവിന് കിട്ടില്ല, അപ്പോൾ സക്കു ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ രണ്ടുപേരും പരസ്പരം വലിച്ചുകൊണ്ടിരുന്നു. वो हमेशा अपने एक टांग और एक हाथ मेरे ऊपर रख लेती. അവൾ എപ്പോഴും കിടന്നുറങ്ങുമ്പോൾ ഏക്ക് ടാങ്ക്, അവളൊരു കാല്, അവർ ഏക്ക് ഹാത്ത്, ഒരു കയ്യും മേരെ ഊപ്പർ രക്കിലെത്തി, എൻ്റെ മേലെ വയ്ക്കുമായിരുന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിലിരുന്നുകൊണ്ട് നമ്മുടെ സക്കുബായി ആലോചിക്കുകയാണ്. മുൻപത്തെ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. വാസന്തിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അമ്മയെപ്പോലെ നല്ല നീളം തടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല വെളുത്തിട്ടായിരുന്നു. അതുപോലെ രാത്രി കാലത്ത് ഉറങ്ങാൻ ഒരുമിച്ച് കിടക്കുമ്പോൾ പുതപ്പ് ചെറുതാവും, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർക്കണമെന്ന് മാത്രമല്ല, കിടന്നുറങ്ങുമ്പോൾ ഒരു കയ്യും ഒരു കാലും സക്കുബായുടെ മേലെ കയറ്റി വയ്ക്കുമായിരുന്നു. ചന്ത മാമ ലാബ് ലായിസ്കർ നിമോടി ചാജാട് കർവന്തി.
मैं बासंती नितिन और आई सब एक साथ में सोते. आई हमें गाने सुनाती. ഇപ്പോൾ ചന്ദമാമ ലാപ്ലായസ്കർ ചന്ദ്രനെ കുറിച്ചുള്ള പാട്ടാണ്. നിമോഡി ചാഡ് ഖർബന്തി. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടാണ് അമ്മ ഉറക്കിയതെന്ന് പറയുന്നത്. മേം വാസന്തി നിതിൻ और आई सब एक साथ में सोते. ഞാനും വാസന്തിയും നിതിനും അമ്മയും ഒരുമിച്ചാണ് കിടന്നുറങ്ങിയത്. ആയി ഹമേ ഗാനെ സുനാത്തി. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് അമ്മ ഞങ്ങൾക്ക് പാട്ട് കേൾപ്പിച്ച് തരുമായിരുന്നു, പാട്ട് പാടി തരുമായിരുന്നു. ദേവ് ജരി മച്ച് കത് ബേണ്ടല മാഗ് ഹവേത്തെ മാഗ് മഡാല ലാ പ്രഭുരേ മാജ് സാരേ ജീവൻ ദേഹി മർമ്മ ബാഡ്യാല. അപ്പോൾ ഇവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടൊക്കെ പാടുന്നുണ്ട്. ദൈവത്തിനോട് ആവശ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാം ദൈവം തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പാട്ടൊക്കെ പാടി കേൾപ്പിച്ചിട്ടാണ് ചന്ദമാമ പാട്ടൊക്കെ പാടി കേൾപ്പിച്ചിട്ടാണ് ഞങ്ങളതിനെ ഉറക്കിയിരുന്നത്. വാസന്തിയും ഞാനും നിധിനും അമ്മയും ഒരുമിച്ച് കിടന്നാണ് ഉറങ്ങിയിരുന്നത്. പാട്ടും പാടിത്തരുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓർക്കാണ്. थोड़ी देर बाद यशवंत आई को ऑटो में बिठा कर लाया और साथ में निधिन भी. കുറച്ച് സമയത്തിന് ശേഷം യശ്വന്ത് അമ്മേനെയും കൊണ്ട് അമ്മേനെ ഓട്ടോയിൽ ഇരുത്തിക്കൊണ്ട് കൊണ്ടുവരികയാണ്. കൂടെ നിധിനും ഉണ്ടായിരുന്നു. ആയിക്ക റോക്കർ ബുരാ ഹാൽത്ത. അമ്മ കരഞ്ഞ് വളരെ മോശമായിട്ടുള്ള കണ്ടീഷനായിട്ടുണ്ടായിരുന്നു. ബേഹോസ് സോക്കർ ഗിർപ്പടി. അങ്ങനെ അവർ തല കറങ്ങി വീണു. സാഹബ് ചില്ലായേ യഹാ പർ നാടക് നഹീ കർണേക്കാ. അപ്പോൾ അമ്മേനെ ഓട്ടോയിലിരുത്തി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അപ്പോൾ പോലീസ് വന്നു. ആൾ തല കറങ്ങി വീണു, കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാർ അവിടെ നിന്നിട്ട് ബഹളം വെച്ചു. എന്താണ് യഹാ പർ നാടക് നഹീ കർണേക്കാ, ഇവിടെ ഒന്നും കിടന്ന് നാടകം കാണിക്കേണ്ടെന്ന് പറയണം. ഫിർ നിതിൻ ने मेरी आई का अंगूठा पकड़कर हवलदार ने जो कागज़ दिया था उस पर लगाया. അങ്ങനെ നിതിൻ അമ്മയുടെ കയ്യിൻ്റെ വിരൽ പിടിച്ചിട്ട് ഹവൽദാർ കോൺസ്റ്റബിൾ അവിടെ ഒരു കടലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അമ്മയുടെ വിരലെടുത്ത് ഒപ്പുവെപ്പിച്ചു. ഫിർ ഇവിടെ സാഹബ് നെ ഹം ലോഗോ കോ ഏക് ചിട്ടി ദി ഓർ ബോലെ. അപ്പോൾ ഇവിടെ ഈ ഓഫീസർ ഞങ്ങൾക്കൊരു ലെറ്റർ തന്നു. എന്നിട്ട് പറയാണ്, തും ലോഗ് കൂപ്പർ ഹസ്പതാൽ പഹുഞ്ചോ, നിങ്ങൾ കൂപ്പർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കോളൂ എന്ന് പറയണം. അപ്പോൾ അവിടെ കൊടുക്കാനായിട്ടൊരു ലെറ്റർ നമ്മുടെ പോലീസ് ഓഫീസർ എഴുതി കൊടുത്തു. ആ ലെറ്ററുമായിട്ട് കൂപ്പർ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാനായിട്ട് ആവശ്യപ്പെടാണ്. രാത് കാ 2:30 ബജ് ചുകാത്ത. രാത്രി ഒരു 2:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹം ലോഗ് കൂപ്പർ ഹസ്പതാൽ പഹുഞ്ചെ. ഞങ്ങൾ കൂപ്പർ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നു. ഏക് ടണ്ടേ ബർഫ് വാലെ കമരേ മേ സാരി ബോഡി രക്തേ ഹേ. നല്ല തണുപ്പുള്ള ഒരു റൂമിലാണ് എല്ലാ ബോഡിയും വെക്കുന്നത്. മോർച്ചറിയിൽ കേടുവരാതിരിക്കാനായിട്ട് ഐസൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ള റൂമിലാണ് ഈ ബോഡി വെച്ചിട്ടുള്ളത്. कमरे के बाहर उसका वॉचमैन और अस्पताल का वार्ड बॉय लोग पत्ता के रहे थे. ഈ റൂമിന് പുറത്ത് അതിൻ്റെ വാച്ച്മാൻ ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ വാർഡ് ബോയ് ഉണ്ട്. ഇവർ 2 പേരിരുന്ന് കഥ വായിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹം ലോകോവിനെ ഉന്നെ ചിട്ടി ദിഖായി തോ ബോലെ. അപ്പം ഞങ്ങൾ ഈ സാറ് കൊടുത്ത ലെറ്റർ അവർക്ക് കൊണ്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറയാണ്, രാത് കോ ബോഡി നഹി മിൽത്തി. രാത്രിയിൽ ബോഡിയൊന്നും കിട്ടില്ല എന്ന് പറയണം. ജാവോ സുബോ ക്വാന, പോയി രാവിലെ വായോ എന്ന് പറയണം. അപ്പോൾ ലെറ്ററൊക്കെ വാങ്ങിച്ചവർ നോക്കി, പക്ഷെ അവർ പറയണത് അവർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു, ലെറ്ററൊക്കെ വാങ്ങിച്ചു പോയിട്ട് പറഞ്ഞു, ഇന്ന് ബോഡി കിട്ടില്ല, പോയി നാളെ രാവിലെ വരാൻ പറയണം. ഹം ലോഗ് വഹീം കെട്ടേ രഹേ. ഞങ്ങൾ അവിടെ തന്നെ നിന്നു. കരീബ് ഏക് ഗണ്ടയ്ക്ക് ബാദ് ജബ് ഉൻകാ പത്താ ഖത്മ ഹുവാ. ഏകദേശം 1 മണിക്കൂറിന് ശേഷം അവരുടെ കഥവായനയൊക്കെ അവസാനിച്ചു. തോ ഉന്മേം സേക്ക് പോല. അപ്പോൾ അവരിലൊരാൾ പറയാണ്,
യാർ ഈ ലോകത്തോ ജാനെ വാലി നഹീ. ഇതെന്താ ഒരു ഇതുവരെയായിട്ട് പോയില്ലേ? കഹാം ഹേ ദിക്കാവോ ചിട്ടി, എവിടെയാ കാണട്ടെ, ലെറ്റർ ഒന്ന് കാണിച്ചു തരാൻ പറയണം. മേരെ ആദമീനെ ഉന്നെ ചിട്ടി ദി. അങ്ങനെ എൻ്റെ ഭർത്താവ്, സക്കുബയുടെ ഭർത്താവ് അവിടെ ഈ ലെറ്റർ കൊടുക്കുകയാണ്. ഫിർ ഉസ്നെ അലമാരി മേം സേക്ക് ബിടി കിതാബ് നിക്കാലി. ലെറ്റർ കൊടുത്തപ്പോൾ അവർ അലമാരിയിൽ നിന്ന് വലിയൊരു പുസ്തകം എടുത്തു. രജിസ്റ്റർ കെ പന്നെ പലട്ടിനേക്ക് അഭിനയ കർത്തി ഹേ. അപ്പോൾ ആ രജിസ്റ്ററാണ് അവിടെ കൊണ്ടുവരുന്ന ബോഡിയുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസ് എഴുതുന്ന രജിസ്റ്ററാണ്. അതെടുത്ത് ഞാൻ പന്നെ പലട്ടിനേക്ക് അഭിനയ കർത്തി ഹേ, രജിസ്റ്ററിൻ്റെ പേജ് മറിക്കുന്നതായിട്ട് അവിടെ അഭിനയിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മുടെ സക്കുബായി ഇതൊക്കെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. ആ വസന്തി വസന്തി ഉമർ 35 साल कमाटीपुरा में धंधा करती थी, पंगे से लड़कर मर गई सारी. എന്നിട്ട് അവർ ആ രജിസ്റ്റർ നോട്ട് വായിക്കുന്നതാണ്. ആ വാസന്തി വാസന്തി പ്രായം ഒരു 35 വയസ്സ്, കമ്മട്ടിപുരയിൽ ജോലി ചെയ്തിരുന്നതാണ്. പങ്കേസെ ലടുക്കർ, അതായത് ഫാനിൽ തൂങ്ങിയിട്ട് മർഗി, മരിച്ചുപോയി. സാലി, സാലി എന്നുള്ളത് വൃത്തികെട്ടവൾ എന്നുള്ള അർത്ഥത്തിൽ, രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം. സഹോദരി എന്നുള്ള അർത്ഥമുണ്ട്, വൃത്തികെട്ടവൾ എന്നുള്ള അർത്ഥത്തിലും ബാഡ് വേർഡായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ജബ് ഉസ്നെ സാലി ബോലാ തോ മുझे इतना गुस्सा आया कि मैं उसका मुँह नोच लूं. അപ്പോൾ അവളെന്നെ ആ സാലി എന്ന് വിളിച്ച് കേട്ടപ്പോൾ മുझे इतना गुस्सा आया, എനിക്ക് വളരെ ദേഷ്യം തോന്നി. മേ ഉസ്കാ മുഖം നോച്ച് ലൂ, ആ മുഖത്തൊന്ന് നുള്ളണം എന്നുള്ള ഒരു ദേഷ്യം തന്നെ, നുള്ളാനുള്ള ദേഷ്യം വന്നു എന്നാണ് പറയുന്നത്. ഫിർ ബോല, പിന്നെ പറയണേ ഇത്തിനി രാത് കോ ഉസ് കമരെ മേം ജാനെ സെ ഡർ ലഗ്താ ഹേ. വീണ്ടും അവർ പറയാണ് ഇത്തിനി രാത് കോ, ഇത്രയും രാത്രിയിലെ ഉസ് കമരെ മേം ജാനെ സെ, ആ റൂമിൻ്റെ ഉള്ളിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡർ ലഗ്താ ഹേ, പേടി തോന്നുകയെന്ന് പറയണേ. ടണ്ടി മീ സാരെ മുർദെ അക്കട് ചാത്തേ ഹേ. മുർദ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയാണ്. അക്കട് ചാന എന്ന് പറഞ്ഞാൽ ആകെ തണുത്ത് വിറങ്ങലിച്ചിരിക്കുകയായിരിക്കുന്ന പറയുന്നത്. രണ്ടീമി സാരെ മുർദെ അക്കട് ജാത്തേ ഹേ. അപ്പോൾ ആ രാത്രി സമയത്തുകൊണ്ട് ആ റൂമിൽ പോകാനായിട്ട് പേടി തോന്നുന്നുണ്ട്. കാരണം രണ്ടീമി തണുപ്പിൽ സാരെ മുർദെ, എല്ലാ ഡെഡ് ബോഡികളും എന്താണ് അക്കട് ജാത്തേ ഹേ, ആകെ വിറങ്ങലിച്ചിരിക്കുകയായിരിക്കും. ഫിർ ഏക് ദൂസരെ കോ ധക്ക ദേത്തെ, ഏ തൂ ജാ തൂ ജാ തൂ ജാ പാക്കിയ തൂ ജാ കർക്കെ ടട്ട മസ്കരി കർണേ ലഗേ. പിന്നീട് അവർ അങ്ങനെ ഏക് ദൂസരേക്കോ തക്കാതെ, ഒരാൾ മറ്റൊരാളെ തള്ളിയത് തൂ ജാ, നീ പോ എന്ന് പറഞ്ഞിട്ട് തള്ളാനായിട്ട് തുടങ്ങി. അങ്ങനെ പാക്കിയ തൂ ജാ കർക്കെ ടട്ട മസ്കരി കർണേ ലഗേ. അവരിങ്ങനെ ഒരു തമാശ പോലെ, നേരമ്പൊക്ക് പോലെ, വൃത്തികെട്ട തമാശ പോലെ അങ്ങനെ നീ പോടാ ഞാൻ പോടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തള്ളിക്കൊണ്ടിരിക്കുകയാണ്. യശ്വന്തിനെ ജാക്കർ 200 രൂപയെ ഉനക്ക് ഹാത്ത് മേ രക്തിയെ. ഇപ്പോൾ ഇവരങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നീ പോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പരസ്പരം പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ യശ്വന്ത് പോയിട്ട് 200 രൂപയെ 200 രൂപ എടുത്ത് ഉനക്ക് ഹാത്ത് മേ രക്തിയെ അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അവരുടെ കളി കണ്ടപ്പോൾ അവർക്ക് ഒരു 200 രൂപ എടുത്തിട്ട് കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ തബ് ജാക്കർ ബാസന്തി की ബോഡി ऐसे सफ़ेद कपड़े में लपेट कर सामने डाल दी. ഇപ്പോൾ 200 രൂപ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ പോയിട്ട് ബാസന്തിയുടെ ബോഡി, ഡെഡ് ബോഡി, സഫേദ് കപ്പടമേ ലപ്പേഡ്കർ, ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് സാമനെ ഡാൽദി, മുന്നിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ രാത്രിയൊന്നും അവർക്ക് പ്രശ്നമില്ല, ഈ ബോഡി കാണിച്ചു കൊടുക്കുകയാണ്. നിതിൻ ഗംഗാജൽ സാത്ത് ലായാത്ത. അപ്പോൾ നിതിൻ വരുമ്പോൾ, വീട്ടിൽ നിന്ന് വരുമ്പോൾ ഗംഗാജലം കൂടെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. മേനെ ഓർ ആയിനെ ഉസ്കെ മുഹമ്മേ ഗംഗാജൽ ഡാല. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് അവളുടെ മുഖത്ത് ഗംഗാജലം തെളിച്ചു. ജയ് രാം ശ്രീറാം, ജയ് രാം ശ്രീറാം. അപ്പോൾ ഭഗവാനെ വിളിച്ചുകൊണ്ട്, യേശുവിനെ വിളിച്ചുകൊണ്ട് വസന്തിയുടെ മുഖത്ത് ഞാനും അമ്മയും കൂടി ഗംഗാജലം ഒഴിച്ചു കൊടുത്തു. മേ ആയി കൊ ലേക്കർ ഗർ വാപ്പസ് ആ ഗയി. അങ്ങനെ ഞാൻ അമ്മേനെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. നിതിൻ और യശ്വന്ത് ബാസന്തി का ക്രിയാകർമ്മ करके ही घर लौटे. നിതിനും യശ്വന്തും ബാസന്തിയുടെ മരണാനന്ത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട്, ക്രിയാകർമ്മങ്ങൾ എല്ലാം ചെയ്തിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്.
അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അല്ല ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഗംഗാജലം തെളിച്ച് പവിത്രമാക്കിയതിന് ശേഷം ബോഡിയും കൊണ്ട് നിതിനും അതുപോലെ തന്നെ യശ്വന്ത് കാക്കും കൂടി പോവുകയാണ്. ബോഡി മരണക്രിയകൾ ചെയ്യാനായിട്ട് പോവുകയാണ്. സക്കുബായി അമ്മയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. ഉസ്കി एक टूटी फूटी पेटी मिली थी. അപ്പം വാസന്തിക്ക് एक टूटी फूटी पेटी मिली थी. വാസന്തിയുടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു പെട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്നാണ് ഈ അഡ്രസ്സ് കിട്ടിയെന്ന് പറഞ്ഞത്. പഴയൊരു പെട്ടിയാണ്. ഉസ്മേ ഉസ്കെ കുച്ച് പുരാനെ കപടേ थे. അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ പെട്ടിയുടെ ഉള്ള കുറച്ച് പഴയ വസ്ത്രങ്ങളുണ്ടായിരുന്നു. ഉസ്കോ ദേക്കർ യശ്വന്ത് ने मेरे से कहा उसका कोई भी सामान इस घर में नहीं आना चाहिए. ഇപ്പോൾ പെട്ടിയിൽ അവളുടെ പഴയ വസ്ത്രങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ യശ്വന്ത് പറഞ്ഞു, സക്കുബായിയോട് പറയണേ, ഉസ്ക കൊയ് ബി സാമാൻ, അവളുടെ ഒരു സാധനവും ഇസ് ഗർമി നഹി ആന ചാഹിയെ, ഈ വീട്ടിൽ വേണ്ടെന്ന് പറയണം. അപ്പോൾ അവൾ ആ പഴയ വസ്ത്രങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ അവിടെ വേണ്ടെന്ന് യശ്വന്ത് പറയണം. മേനെ വോ സബ് കിസി എന്ന കിസി കോ ദേ ദിയ. അങ്ങനെ ഞാനതെല്ലാം കിസി എന്ന കിസി ആർക്കൊക്കെയോ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. ബസ് സിർഫ് ഏക്ക് ഫോട്ടോ ചുപ് കേസേ ഉസ് പെട്ടി മേം സേ നിക്കാലിയ. പക്ഷേ ഒരു ഫോട്ടോ മാത്രം ആരും കാണാതെ ഉസ് പെട്ടി മേം സേ നിക്കാലിയ, ആ പെട്ടിയുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ സക്കുബായി എടുത്തിട്ടുണ്ടായിരുന്നു. വോ ഫോട്ടോ ഹംനെ മേളെ മേ കാർ മേ ബൈറ്റ് കർ ഗിഞ്ചായി തി. ആ ഫോട്ടോ ഞങ്ങൾ ഏതൊരു ഉത്സവത്തിന് പോയ സമയത്ത് കാറിലിരുന്നു കൊണ്ട് വരച്ചിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു. ഈ ഫോട്ടോ അമ്മനെ മേളേമേ കാർമേ ബൈക്കർ ഗിഞ്ചായെത്തി, ഒരു കാറിലിരുന്ന് വരച്ചിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. അത് മാത്രമാണ് സക്കുബായി ആരും കാണാതെ എടുത്തു വെച്ചത്. വോ അസലി കാർ നഹീത്തി, അത് ശരിക്കുള്ളൊരു കാറായിരുന്നില്ല. വോ ജോ പുട്ടേക്ക് ഹോത്തി ഹേന, അതായത് ഒരു കട്ടൗട്ട്, കാറിൻ്റെ ഒരു കട്ടൗട്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലിരുന്ന് വരയ്ക്കുന്നത് പോലെയുള്ളൊരു ചിത്രമാണ്. വോ ജോ പുട്ടേക്ക് ഹോത്തി ഹേന, പുട്ടേന്ന് പറഞ്ഞാൽ കട്ടൗട്ട്. उसके पीछे गड़े होकर फ़ोटो खींचा हुआ तो लगता है कि जैसे सच्ची कार में बैठे हो. അപ്പോൾ ആ കട്ടൗട്ടിൻ്റെ പിന്നിൽ ഉസ്കെ പീച്ചെ ഗഡേ ഹോക്കർ, അപ്പോൾ ആ കട്ടൗട്ടിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഫോട്ടോ വരയ്ക്കുകയാണെങ്കിൽ, ചിത്രം വരയ്ക്കുകയാണെങ്കിൽ കാണുന്നവർക്ക് തോന്നുന്നത് അത് സച്ചി കാർ മേ ബൈഠേ ഹോ, ശരിക്കുള്ളൊരു കാറിലിരുന്നുകൊണ്ട് വരച്ചതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഒരു ചിത്രം ഉണ്ടായിരുന്നു, അത് മാത്രമാണ് എടുത്തത്. ना जाने क्या क्या सोच कर वे घर से भागी होगी. സക്കുബായി ഇരുന്ന് ചിന്തിക്കുകയാണ്, ना जाने क्या क्या सोच कर, എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കും ഓ घर से भागी होगी, അവൾ വീട്ടിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ടാവുക. ആരുടെ കൂടെ ഓടിപ്പോയത്? ഏക്ക് അഹമ്മദ് റിക്ഷാവാല അല്ലേ. അപ്പോൾ അയാളെ കൂടെ ഓടിപ്പോകുന്നത് എന്തെല്ലാം ആഗ്രഹങ്ങളുമായിട്ടാവും അവൾ, എന്തെല്ലാം ചിന്തിച്ചിട്ടാവും അവൾ ഓടിപ്പോന്നിട്ടുണ്ടാവുക. കൈസെ കൈസെ സ്വപ്ന ഹോങ്കെ ഉസ്കെ മൻമേ കൈസെ കൈസെ സ്വപ്ന ഹോങ്കെ, അവളുടെ മനസ്സിൽ എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിട്ടുണ്ടാവും. ക്യാ സോച്ച ഹോക, അവളെന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടാവും. അവർ ക്യാ മില, ഏക്ക് സാരി ഏക്ക് പങ്ക ഏക്ക് സ്റ്റൂൾ. അവസാനം അവൾക്ക് എന്താ കിട്ടിയത്? ഒരു സാരി, ഒരു ഫാൻ, ഒരു സ്റ്റൂള്. അപ്പോൾ അവിടെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഉള്ള സാധനം മാത്രമാണ്, അതായത് ഇതല്ലാണ്ട് അവൾക്ക് എന്താണ് നേടാനായിട്ട് സാധിച്ചത്? അവസാനം ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ സക്കുബായി അവിടെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാഹർ ദർവാസെ പർ ഡോർ ബെൽ ബജ്തി ഹേ, പഹലെ ഏക് ബാർ ഫിർ ദോ ബാർ. അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് വാതിലിന് ഡോർ ബെൽ ബജ്തി ഹേ, കോളിംഗ് ബെല്ലടിക്കണം. പഹലെ ഏക് ബാർ ഫിർ ദോ ബാർ, ആദ്യം ഒരു പ്രാവശ്യം അടിച്ച് വീണ്ടും 2 പ്രാവശ്യം ബെല്ലടിക്കണം. സക്കുബായി ഫുൽ മാല ഹോഗ, അഭി ദേഖ്ന 3 ബാർ ഗണ്ടി ബജായേഗ. അപ്പോൾ അത് പൂക്കാരനായിരിക്കും. അഭി ദേഖ്ന, അപ്പോൾ കാണാം 3 ബാർ ഗണ്ടി ബജായേഗ, 3 പ്രാവശ്യമാണ് അയാൾ ബെല്ലടിക്കുക. തബി 3 ബാർ ലഗാതാർ ഡോർ ബെൽ ബജ്തി ഹേ, ആ സമയത്ത് 3 പ്രാവശ്യം നിരന്തരം അവിടെ ഡോർബെൽ അടിക്കുകയാണ്. അപ്പോൾ മനസ്സിലായത് ആ പൂക്കാരനായിരിക്കാം, വേറെ ആരുമല്ല ആ ബെല്ല് അങ്ങനെ അടിക്കുന്നത് എന്നുള്ളത് സക്കുബായിക്ക് മനസ്സിലായി. സക്കുബായി ബഡ്ബഡാത്തി ഹുയി ഗുസ്സേ മേ ബാഹർ ജാത്തി ഹേ. സക്കുബായി പിറുപിറുത്തുകൊണ്ട്, ബഡ്ബഡാത്തി ഹുയി പിറുപിറുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു?
ഗുസ്സെ മേ ബാഹർ ജാത്തി ഹേ, ദേഷ്യപ്പെട്ട് വളരെ ദേഷ്യത്തോടുകൂടി പുറത്തേക്ക് വരികയാണ്. और बाहर से ही സക്കുബായി के डांटने की आवाज़ सुनाई देती है. അപ്പോൾ അവിടെ അകത്തുനിന്ന് തന്നെ പിറുപിറുത്തുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് വരുന്ന സക്കുബായിയുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. ബാഹർ സേ ഹി സക്കുബായി के डांटने की आवाज़, ശകാരിക്കുന്ന വഴക്ക് പറയുന്ന സ്വരം സുനായി ദേത്തി ഹേ, പുറത്തേക്ക് കേൾക്കാനുണ്ട്. സക്കുബായി, ഏയ് നാശ്പിട്ടേ ഹൽക്കട്ട്, ബിജ്ലി കാ ബിൽ കോൺ ഭരേഗാ തെരാ ബാപ്പ്. അപ്പോൾ സക്കുബായി ചീത്ത പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. നാശ്പിട്ടെ ഹൽക്കട്ട് എന്നൊക്കെ പറയുന്നത് ചപ്പ് ചവറെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ബിജ്ലി കാ ബിൽ കോൺ ഭരേഗാ, കറണ്ട് ബിൽ ആരടയ്ക്കും, തെരാപ്പാപ്പ് നിൻ്റെ അച്ഛൻ അടയ്ക്കുമോ എന്നൊക്കെ ദേഷ്യപ്പെട്ട് പിറുപിറുത്തുകൊണ്ടാണ് വരുന്നത്. ഫൂൽ വാല ബാഹർ സേ ഹി കൂ 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 കി ആവാസ് നിക്കാൽ കർ ഭാഗ് ജാത്താ ഹേ. അപ്പം സക്കുബായി പുറത്ത് വരുന്നത് ശബ്ദം കേട്ടപ്പോൾ തന്നെ ഈ പൂക്കാരെന്ത് ചെയ്തു, പുറത്തുനിന്ന് തന്നെ കൂന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് കൂക്കിയിട്ട് ആ ചെക്കൻ ഓടിപ്പോവാണ്. സക്കുബായി ഹാത്ത് മേ ദോ ഫൂൽ കി പുടി ലേക്കർ ബഡ്ബഡാത്തി ഹുയി അന്തർ ആത്തി ഹേ. സക്കുബായിയുടെ കയ്യിൽ ദോ ഫൂൽ കി പുടി ലേക്കർ, 2 പൂക്കളുടെ ചെറിയ പൊതി കൊടുത്തിട്ട് ബഡ്ബഡാത്തി ഹുയി അന്തറാത്തി ഹേ, ആ പൊതിയുമായിട്ട് നമ്മുടെ സക്കുബായി അകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്നതാണ്, ഒരു പൂക്കാരനാണ്. അവൻ വന്നു കഴിഞ്ഞാൽ ഒരു ബെല്ലല്ല 2-3 ബെല്ലടിച്ചിട്ടാണ് അവൻ നിർത്തുള്ളൂ. അപ്പോൾ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ശകാരിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. പുറത്ത് വന്ന് ഈ പൊതി കിട്ടി കഴിഞ്ഞപ്പോൾ വീണ്ടും പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോരാണ് നമ്മുടെ സക്കുബായി. സക്കുബായി പറയണേ ബഹുത്ത് ഖരാബ് ലഡ്കാ ഹേ, വളരെ മോശം ചെക്കനാണ്. ജബ് मैं दोपहर को थोड़ा आराम करने बैठूं तभी ये आएगा. സക്കുബായി പറയണേ मैं दोपहर को, ഞാൻ ഉച്ചയ്ക്ക് തോടെ ആരാം കന്നെ ബൈട്ടും, കുറച്ചൊന്ന് വിശ്രമിക്കാനിരിക്കുന്ന സമയത്ത്, പണിക്ക് കഴിഞ്ഞിട്ട് വിശ്രമിക്കാനിരിക്കുന്ന സമയത്താവും ഈ തബിയെ ആയേക, അപ്പോൾ വരവൻ. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. ആ സമയത്താണ്, ആ ഉച്ച സമയത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് അവൻ്റെ വരവ്. പഹലെ ഏക് ബാർ ഗണ്ടി ബജായേക, ഫിർ 2 ബാർ 3 ബാർ. ആദ്യം ഒരു ബെല്ലടിക്കും, അത് കഴിഞ്ഞ് പിന്നെ 2 ബെല്ല്, പിന്നെ 3, അങ്ങനെ അതാണ് അവൻ്റെ പണി. അതായത് ഇരിക്കാൻ സമ്മതിക്കില്ല. और जब कुछ बोलो तो कू कू കൂം കൂം, എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവൻ കൂക്കിയിട്ട് കൂന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവൻ ബോൽ കർ ഭാഗ് ജാത്താ ഹേ, അവൻ ഓടിപ്പോന്ന് പറയുന്നത്. അപ്പോൾ അത് സ്ഥിരം പതിവാണ്. ഇവിടെ സക്കുബായി സ്വയം പറയുന്നൊരു കാര്യമാണ്, ബഹുത്ത് ബുരാ ലഡ്കാ ഹേ, വളരെ മോശം ചെക്കനാണ് അവൻ. എന്നും എപ്പോഴാണ് വരുന്നത്, मैं दोपहर के समय थोड़ा विश्राम करने के लिए बैठते समय ये आएगा. पहले दरवाजे का एक बार घंटी बजाएगा, फिर 2 बार, फिर 3 बार घंटी बजाएगा. जब कुछ बोला तो कूं करके वह भाग जाता था. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൂക്കുന്ന സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവൻ ഓടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അത് ഒരു സ്ഥിരം പതിവായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാസന്തിയെക്കുറിച്ചുള്ള ഓർമ്മകളിലിരിക്കുകയാണ് നമ്മുടെ സക്കുബായി. അതിനിടയിലാണ് ഈ പൂക്കാരൻ്റെ വരവ്. അപ്പോൾ ഇവിടെ വാസന്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതായത് പഴയ കാലത്ത് അവർ ജീവിച്ചിരുന്ന കാര്യങ്ങളും എല്ലാം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നിധിനും അതുപോലെ തന്നെ യശ്വന്തും കൂടി വാസന്തിയുടെ മനക്രിയകൾ ചെയ്യാനായിട്ട് പോയി. അവളുടെ കയ്യിൽ കിട്ടിയ പെട്ടിയിൽ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. യശ്വന്ത് പറയുന്നുണ്ട് ഇതൊന്നും ഇവിടെ വേണ്ടെന്ന് പറയുന്നു. പക്ഷെ ആരും കാണാതെ ഉസ് പേട്ടി മേം സേ ഏക് ഫോട്ടോ നിക്കാൽ ലിയ. പക്ഷെ ആരും കാണാതെ അതിൽ നിന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ എന്ന് പറയുന്നത് ഹമാരെ एक मेले में हमने एक कार में बैठकर गिंचाई थी. ഒരു കാറിലിരുന്നുകൊണ്ട് വരച്ചൊരു ചിത്രമാണ്. അപ്പോൾ അസലി കാർ നഹീൻ തി, അതൊരു ശരിക്കുള്ളൊരു കാർ ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ കാറെന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് ഏ പുട്ടേക്ക് കാർ ഹോത്തി ഹേ, അതൊരു കട്ടൗട്ടാണ്. കാറിൻ്റെ ഒരു പിക്ചറാണ്, അത് കട്ടൗട്ടാണ്. അതിൻ്റെ പിന്നിൽ ഉസ്കെ ഏ
പുട്ടേക്ക് പീച്ചേ ഗഡേ ഹോക്കർ ഫോട്ടോ ഗിഞ്ചാ വോത്തോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇരുന്നുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ അമ്മയെ ലക്തായി നമുക്ക് തോന്നുന്നത് എന്താണ്, ജയ്സേ സച്ചി കാർമേം ബൈട്ട്, ശരിക്കുള്ള കാറിലിരുന്ന് വരയ്ക്കുന്നത് പോലെ നമുക്ക് തോന്നാമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തെല്ലാം ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ബാസന്തി വീട്ടിൽ നിന്ന് ഓടിപ്പോയിണ്ടാവുക. റിക്ഷക്കാരൻ്റെ കൂടെയാണ് അവൾ ഓടിപ്പോയത്. അപ്പോൾ എന്തെല്ലാം സ്വപ്നങ്ങൾ അവൾക്കുണ്ടായിരിക്കും, എന്തെല്ലാം ചിന്തകളുണ്ടായിരിക്കും. പക്ഷേ അവസാനം എന്തുമാത്രമായിട്ട് മാറി, ഒരു സാരി തുമ്പിൽ, ഒരു ഫാൻ്റെ മുകളിൽ, ഒരു സ്റ്റൂള്, ഈ 3 കാര്യം ഉപയോഗിച്ച് അവളുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. സക്കുബായുടെ ഓർമ്മകളെയൊക്കെ അവിടെ നഷ്ടമാക്കിക്കൊണ്ട്, ആ ചിന്തകളിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ട്, ആ സമയത്താണ് നമ്മുടെ ഫൂൽവാല വരുന്നത്, ഡോർബെല്ലടിക്കുന്നത്. സക്കു ചെന്ന് പിറുപിറുത്തുകൊണ്ട് വാതിൽ തുറക്കുന്നു. ആ സമയത്ത് ആ പൂക്കാരൻ ഓടിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ സക്കുബായിക്ക് പരാതിയുണ്ട്, നേംസാബിനോട് പറയാനായിട്ട് പോകുന്നുണ്ട്. പറഞ്ഞിട്ടും കാര്യമില്ല, അങ്ങനെ തന്നെയാണ് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.